പ്രിയപ്പെട്ട കുട്ടികളെ, എൻ്റെ പേര് ബെറ്റീന, നിങ്ങളുടെ ഫിസിക്സിൻ്റെ ടീച്ചർ. നമ്മളിപ്പോൾ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടൊക്കെ നമ്മൾ ഏകദേശം പറഞ്ഞു കഴിഞ്ഞാണ്, എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി പറയാം. സോ ഇവിടെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആൻഡ് മെഷർമെൻറ്റ്. എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? Any quantity which can be measurable, that is called a physical quantity. നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെ എല്ലാം തന്നെ നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൽ പെടുത്തിയിരിക്കുന്നു. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് രണ്ട് തരമുണ്ട്. ബേസ് ക്വാണ്ടിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഉണ്ട്. സോ നമ്മൾ പറഞ്ഞാണ്, വാട്ട് ഇസ് എ ബേസ് ക്വാണ്ടിറ്റി? എ ക്വാണ്ടിറ്റി which cannot be expressed in terms of other quantities. മറ്റൊരു ക്വാണ്ടിറ്റിയുടെയും ബേസിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ക്വാണ്ടിറ്റീസ്, അതാണ് ബേസ് ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ദെൻ സെക്കൻഡ് വൺ, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്തായിരുന്നു? യെസ്, ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ബേസ് ക്വാണ്ടിറ്റീസ് ഓർ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റിയുടെ ടേംസിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസ്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഓക്കെ, ഇനി ഏതൊരു ക്വാണ്ടിറ്റിയും മെഷർ ചെയ്യണമെങ്കിൽ നമുക്കറിയാം, നമുക്കൊരു യൂണിറ്റ് ഉണ്ടായിരിക്കണം, അല്ലേ? നമ്മൾ എന്തെങ്കിലും ഒരു അളവ് പറഞ്ഞാൽ അതിനൊരു ന്യൂമറിക് വാല്യൂ കാണും, ഒപ്പം ഒരു യൂണിറ്റ് കാണും. ദെൻ വാട്ട് ഇസ് എ യൂണിറ്റ്? യെസ്, a unit is an arbitrarily chosen, internationally accepted standard reference. ഈ ഒരു സ്റ്റാൻഡേർഡ് റെഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു മെഷർമെൻറ്റ് കറക്റ്റായി ചെയ്യാൻ പറ്റൂ. അപ്പോൾ അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന, ആർബിട്രറി സെലക്ട് ചെയ്തിരിക്കുന്ന, ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് റെഫറൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിറ്റ്. യൂണിറ്റും ഉണ്ട് രണ്ട് തരം എന്ന് വെച്ചാൽ, ബേസ് ക്വാണ്ടിറ്റീസിന് യൂണിറ്റിന് നമുക്ക് ബേസ് യൂണിറ്റ്സ് എന്നും, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന് യൂണിറ്റ്സ് നമുക്ക് ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയാം. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ്. ഇനിയുമുണ്ട് സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ്. യെസ്, ദർ ആർ വിച്ച് ആർ ദ മെയിൻ സിസ്റ്റംസ് ഓഫ് യൂണിറ്റ്സ്? യെസ്, വി നോ. ഫസ്റ്റ് വൺ CGS സിസ്റ്റം, സെക്കൻഡ് വൺ FPS സിസ്റ്റം, ആൻഡ് ദ തേർഡ് വൺ ഈസ് MKS സിസ്റ്റം. ഈ മൂന്ന് സിസ്റ്റത്തിലും നമ്മൾ ബേസ് ക്വാണ്ടിറ്റീസ് ആയിട്ട് പറയുന്നത് ഏതൊക്കെയായിരുന്നു? ലെങ്ത്, മാസ്, ടൈം. അപ്പോൾ ഈ ബേസ് ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ് ഇൻ CGS സിസ്റ്റത്തിൽ വരുമ്പോൾ സെൻറ്റിമീറ്റർ, ഗ്രാം, സെക്കൻഡ്. MKS സിസ്റ്റത്തിൽ വരുമ്പോൾ മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്. ആൻഡ് ഇൻ FPS സിസ്റ്റം ഇറ്റ് ഈസ് ഫുട്ട്, പൗണ്ട്, സെക്കൻഡ്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ പണ്ട് പല രാജ്യങ്ങളിലും ഉപയോഗിച്ചിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ ഇന്റർനാഷണലി നമ്മൾ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ലോകമെമ്പാടും യൂസ് ചെയ്യുന്നതാണ് ദാറ്റ് ഇസ് SI യൂണിറ്റ് ഓഫ് സിസ്റ്റംസ്, ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്, അല്ലേ? ഈ SI സിസ്റ്റത്തിൽ നമുക്കറിയാം there are 7 ബേസ് ക്വാണ്ടിറ്റീസ് ആൻഡ് 2 സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസ്. ഈ 7 ബേസ് ക്വാണ്ടിറ്റീസും അതിൻ്റെ യൂണിറ്റ്സ് വിത്ത് സിമ്പിൾ നമ്മൾ പഠിച്ചിരിക്കണം. അതുപോലെ തന്നെയാണ് 2 സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസും അതിൻ്റെ യൂണിറ്റ്സും അതിൻ്റെ സിമ്പിളും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇപ്പം ഇത്രയുമാണ് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിരുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് മെയിനായിട്ടും ഡയമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി, അതിനെക്കുറിച്ച് പറയുവാനായിട്ടാണ്. ഡയമെൻഷൻസ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. അപ്പോൾ ഡയമെൻഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി പറയണമെങ്കിൽ ഇത് മനസ്സിലാക്കുക. ഓൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് represented by derived units can be represented as the combination of base quantities or fundamental quantities. എന്ന് വെച്ചാൽ നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്, അതായത് ഡിറൈവ്ഡ് യൂണിറ്റ്സ് കൊണ്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസിനെ നമുക്ക് ഈ ബേസ് ക്വാണ്ടിറ്റീസിൻ്റെ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓൾറെഡി SI യൂണിറ്റിൽ നമ്മൾ പഠിച്ചു 7 ബേസ് യൂണിറ്റ് ഉണ്ട് എന്ന്. These 7
base units, okay, are called or as known as the 7 dimensions of physical world. 7 dimensions of physical world. So, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 7 ബേസ് ക്വാണ്ടിറ്റീസ് ഉണ്ട്. അതിൻ്റെ ഡയമെൻഷൻസ് ഞാനൊന്ന് പറയുകയാണ്. നമ്മുടെ SI സിസ്റ്റത്തിലുള്ള ഫസ്റ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ലെങ്ത് ആണ്. സോ നമുക്ക് SI സിസ്റ്റത്തിലുള്ള ആദ്യത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ലെങ്ത് ആണ്. The dimension of length is represented as L within a square bracket. ഒരു സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ L എഴുതിക്കൊണ്ടാണ് ഡയമെൻഷൻ ഓഫ് ലെങ്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ ദ സെക്കൻഡ് വൺ മാസ്. മാസിൻ്റെ ഡയമെൻഷൻ നമ്മൾ കാണുന്നത് സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ ക്യാപിറ്റൽ M എഴുതിയിട്ടുണ്ട്. ദെൻ ടൈം T in square bracket. ഇലക്ട്രിക് കറണ്ട് ആംപിയർ. ആംപിയറുടെ ക്യാപിറ്റൽ A ആണ് നമ്മളുടെ ഡയമെൻഷൻ കൊടുക്കുക ഇൻ സ്ക്വയർ ബ്രാക്കറ്റ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ. മോൾ സ്ക്വയർ ബ്രാക്കറ്റ് എഴുതുക. തെർമോഡൈനാമിക് ടെമ്പറേച്ചർ കെൽവിൻ. കെൽവിൻ്റെ K ക്യാപിറ്റൽ K സ്ക്വയർ ബ്രാക്കറ്റ് എഴുതുക. ദെൻ ലൂമിനസ് ഇൻറ്റൻസിറ്റി CD ഇൻ സ്ക്വയർ ബ്രാക്കറ്റ്. ദീസ് ആർ ദ 7 ഡയമെൻഷൻസ് ഓഫ് ഫിസിക്കൽ വേൾഡ്. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് എന്താണ്? The dimensions of a physical quantity. A physical quantity can be represented using these dimensions of physical world. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമുക്ക് ഈ ഡയമെൻഷൻസ് വെച്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഞാൻ കറക്റ്റ് ഡയമെൻഷൻ എന്താണെന്ന് നിങ്ങൾക്കൊരു എക്സാമ്പിൾ വഴി പറഞ്ഞു തരുന്നതായിരിക്കും. സോ നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിളാണ് ഏരിയ. നമുക്കറിയാം ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. സോ ഞാൻ എഴുതി ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഈ ബ്രെഡ്ത്ത് എന്ന് പറയുന്നതും ശരിക്കും നമുക്കൊരു ലെങ്ത് തന്നെയാണ്, അല്ലേ? ലെങ്ത് പോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഒരു ബ്രെഡ്ത്തും ഒരു ലെങ്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ വീണ്ടും ആ ഇക്വേഷൻ എഴുതും. ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ലെങ്ത്. ഓക്കെ, ഞാൻ ഈ ഏരിയയെ ഡയമെൻഷൻസ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ അഗെയിൻ dimension of area is equal to, what is the dimension of length? It is L. Again length, the dimension of length is L. That is dimension of area is equal to L square. L into L, L square. Okay, dimension of area is equal to L square. So നമുക്ക് എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയും ഓൾമോസ്റ്റ് എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയും നമുക്ക് ലെങ്ത്, മാസ്, ടൈം ഈ 3 ബേസ് ക്വാണ്ടിറ്റി വെച്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഏരിയയെ വീണ്ടും എഴുതും. ഏരിയ ഇസ് ഈക്വൽ ടു, so first m raised to 0, then L raised to L square raised to 2, then T raised to 0. So the dimension of area is m raised to 0, L raised to 2, T raised to 0. Listen here. ഇവിടെ നമുക്ക് വേണ്ടത് ഈ M, L, T എന്നീ ഡയമെൻഷൻസിൻ്റെ പവറിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പവർ. What is the power of M here? 0. Power of L is 2 and power of T is 0. Okay. Then actually the power of these base quantities are what we call the dimension of the physical quantity. എന്ന് വെച്ചാൽ ഇതിൻ്റെ പവർ, ഈ ബേസ് ക്വാണ്ടിറ്റീസിൻ്റെ പവർ എന്ന പവറാണ് നമ്മൾ അതിൻ്റെ ഡയമെൻഷനായിട്ട് പറയുക. എന്ന് വെച്ചാൽ ഏരിയയുടെ കേസിൽ പറഞ്ഞാൽ the power of M is 0, the power of L is 2, the power of T is 0. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ the dimension of area is 0 dimension in mass, 2 dimension in length and 0 dimension in time. Okay, then what is dimension? A physical quantity is the power to which these base quantities are raised. ഏത് പവറിലേക്കാണ് ഈ ബേസ് ക്വാണ്ടിറ്റീസ് പോയിരിക്കുന്നതെന്ന് നോക്കുക. അതാണ്
the dimension of the physical quantity. Here the physical quantity is area. Okay, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇവിടെ ഏരിയയുടെ ഡയമെൻഷൻ ചോദിച്ചാൽ നമ്മൾ നോക്കുന്നത് ഈ ബേസ് ക്വാണ്ടിറ്റീസിന്റെ പവർ ആണ്. അതാണ് അതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. സോ ഇനി വീണ്ടും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കുക. റൈറ്റ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഏരിയ എന്നാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചാൽ, ഇത്രയും മാത്രം എഴുതി വെച്ചാൽ മതിയാകും. ഈ സ്ക്വയർ ബ്രാക്കറ്റിൽ m raised to 0, l raised to 2, t raised to 0. This is the dimensional formula of area. Suppose we have to write the dimensional equation of area. Equation എന്നാണ്, dimensional equation എന്നാണ് ചോദിക്കുന്നതെങ്കിൽ you must write the RHS. That is, ഇങ്ങനെ എഴുതി കൊടുക്കുക. ഏരിയ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ അതിൻ്റെ ബേസ് യൂണിറ്റുമായിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്ന ആ ഫോമിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് നമ്മൾ പറയും. അപ്പം ഏരിയ ഈസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതി കൊടുക്കാം. m raised to 0, l square, t raised to 0. മനസ്സിലായല്ലോ? ദിസ് ഇസ് ദ ഡയമെൻഷണൽ ഫോർമുല ഓഫ് ഏരിയ. ദിസ് ഇസ് ദ ഡയമെൻഷണൽ ഇക്വേഷൻ ഓഫ് ഏരിയ. സോ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഹിയർ ഏരിയ ഇൻ ദ കേസ് ഓഫ് ഏരിയ ഇറ്റ് ഈസ് 0 dimension in mass, 2 dimension in length and 0 dimension in time. ഞാൻ മുമ്പ് പവർ എന്ന് പറഞ്ഞപ്പോൾ ഡയമെൻഷൻ എന്ന് വെച്ച് റീപ്ലേസ് ചെയ്തിരിക്കണം. 0 dimension in mass, 2 dimension in L, that is length, and 0 dimension in T, time. Okay. So നമ്മൾ രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് വോളിയം. ഏരിയ കഴിഞ്ഞ് വോളിയത്തിലേക്ക്. So we know the expression for volume is length into breadth into height. Okay. Length, breadth, again it is a length, height അത് ഒരു ലെങ്ത് തന്നെ. So we can write volume is equal to length into, ഞാൻ പറഞ്ഞ breadth ഒരു ലെങ്ത് തന്നെയാണ്, അപ്പോൾ length into length into again height ഒരു ലെങ്ത് തന്നെ, ലെങ്ത്. Okay, then നമുക്ക് ഇതിന്റെ ഡയമെൻഷൻ ഫോം എഴുതി നോക്കാം. Therefore volume is equal to, what is the dimension of length? It is L. Then dimension of again L. Then വീണ്ടും L. That is, it is L cube. Okay. So നമുക്ക് വീണ്ടും എഴുതാം. Dimension of volume is equal to നമ്മൾ MLT എന്നല്ലേ പറയാം. So m raised to 0, L raised to 3 and T raised to 0. So the dimensional formula of volume is m raised to 0, L raised to 3, T raised to 0. That is, volume is 0 dimension in mass, 3 dimension in length and 0 dimension in time. It is independent of mass and time. Okay. So this is the dimensional equation for volume. That is, volume is equal to m raised to 0, L raised to 3, T raised to 0. മനസ്സിലായല്ലോ? നമ്മളുടെ മൂന്നാമത്തെ എക്സാമ്പിൾ ആണ് ഡെൻസിറ്റി. So what is the expression for density? സാന്ദ്രത എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പഠിച്ചിട്ടുണ്ട്. That is mass by volume. അല്ലേ? Density is equal to mass by volume. നമുക്ക് എല്ലാത്തിൻ്റെ എക്സ്പ്രഷൻസ് അറിയാമായിരിക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യം ഇത് ഒരു സൈഡിലോട്ട് ഈ തരുന്നതിൻ്റെ എല്ലാ ഇക്വേഷൻസ് എഴുതി ഒന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ഇത് കിട്ടിയാൽ നമുക്ക് പെട്ടെന്ന് ബാക്കി ഡയമെൻഷൻ ഫോമിലേക്ക് എഴുതിയേക്കാം. സോ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. സോ നമുക്കറിയാം മാസിന്റെ ബേസ് യൂണിറ്റ് നമ്മൾ അല്ലെങ്കിൽ ഡയമെൻഷൻ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? ഇറ്റ് ഈസ് എം. ഓക്കെ. വോളിയം ഡിവൈഡ് ബൈ വോളിയം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് എൽ ക്യൂബ്. ഇനി അറിയാൻ മേലാത്തവരാണെങ്കിൽ നമ്മൾ നേരെ ഇവിടെ വീണ്ടും വോളിയം സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ജസ്റ്റ് ചെറുതൊക്കെ നമ്മളൊന്ന് ഓർത്തിരിക്കുക. ഏരിയയുടെ ഓർത്തിരിക്കുക, വോളിയത്തിൻ്റെ ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും എം ബൈ എൽ ക്യൂബ്. ഓക്കെ. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ദിസ് ആസ് dimension of density is m. ഒരു കാര്യം ശ്രദ്ധിക്കാം. സോ m raised to 1 ആണിത്. m എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് m raised to 1. ഈ l നമ്മൾ മേളിലേക്ക് കയറുമ്പോൾ എന്ത് വരും? l raised to
-3. അത് ശ്രദ്ധിച്ചോണം കേട്ടോ. L raised to ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിലേക്ക് കയറിയപ്പോൾ L³ എന്നുള്ളത് L raised to -3 എന്നായി. T ഇവിടെ 0 ഡയമെൻഷൻ ആണ് ടൈമിന് വരുന്നത്. സോ ലിസൺ. So density is equal to m raised to 1 L raised to -3 T raised to 0. That is, for density it is 1 dimension in mass, -3 dimension in length and 0 dimension in time. Okay, ഇവിടെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഡിനോമിനേറ്ററിൽ നിന്ന് ന്യൂമറേറ്ററിലേക്ക് കയറിയപ്പോൾ അത് -3 ആയിരിക്കുന്നു. So this is the dimensional equation for density, and the dimensional formula is m raised to 1 L raised to -3 and T raised to 0. ഇവിടെ ഇത് മാത്രം ഒന്ന് ശ്രദ്ധിക്കാം. നമ്മളുടെ നാലാമത്തെ എക്സാമ്പിളാണ് റിലേറ്റീവ് ഡെൻസിറ്റി. എന്താണ് റിലേറ്റീവ് ഡെൻസിറ്റി? ആപേക്ഷിക സാന്ദ്രത എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ ഡെൻസിറ്റി ഓഫ് സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. എന്ന് വെച്ചാൽ ഡെൻസിറ്റി ഓഫ് വാട്ടറിൻ്റെ എത്ര മടങ്ങാണ് നമ്മൾ എടുത്തിരിക്കുന്ന സബ്സ്റ്റൻസിൻ്റെ ഡെൻസിറ്റി എന്ന് നമ്മൾ റിലേറ്റ് ചെയ്ത് അതിനെ അപേക്ഷിച്ച് ഇത്ര എന്ന് പറയുന്നു. ഓക്കെ, ദാറ്റ് ഈസ് റിലേറ്റീവ് ഡെൻസിറ്റി. അപ്പം സബ്സ്റ്റൻസ് എന്തോ ആയിക്കോട്ടെ, നമുക്ക് വിഷയമല്ല, നമുക്കിവിടെ നോക്കുന്ന ഡെൻസിറ്റി. അപ്പം നമ്മൾ എഴുതും ഡയമെൻഷൻ ഓഫ് റിലേറ്റീവ് ഡെൻസിറ്റി is equal to density. ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ ഫോർമുല എന്തായിരുന്നു? യെസ്, വി നോ ഇറ്റ് ഈസ് m L raised to -3. അപ്പോൾ T raised to 0 എഴുതണം നിർബന്ധമില്ല. m L raised to -3. That is the density of any substance. Again we have the density of water. Again we write m L raised to -3. അല്ലേ? രണ്ടിടത്ത് m L raised to -3. അപ്പോൾ എന്ത് പറ്റും? ക്യാൻസൽ ആയി പോകും. ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ 0 എന്ന് എഴുതി വെക്കല്. It is 1. That is equal to, we can write 1 in equivalent m raised to 0 L raised to 0 T raised to 0. That is, it is a dimensionless quantity. It is a dimensionless quantity. 0 dimension in m, 0 dimension in length and 0 dimension in time. So it is a dimensionless quantity. റിലേറ്റീവ് ഡെൻസിറ്റിക്ക് മാത്രമല്ല, ഇനി ഇതുപോലെ ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റീസ് ഒക്കെ നമുക്ക് ഇനിയും വീണ്ടും കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത എക്സാമ്പിൾ 5, സ്പീഡ്. നമുക്കറിയാം സ്പീഡിൻ്റെ ഇക്വേഷൻ എന്താണ്? ദാറ്റ് ഈസ് ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് അത് നമ്മൾ ഒരു ലെങ്ത് അല്ലേ? സോ അഗൈൻ വി റൈറ്റ് ദ ഡയമെൻഷൻ ഓഫ് സ്പീഡ് ഈസ് ഡിസ്റ്റൻസിൻ്റെ സ്ഥാനത്ത് ഡയമെൻഷൻ ഓഫ് ലെങ്ത് ഡിവൈഡഡ് ബൈ ടൈമിൻ്റേത് ടി. അപ്പം ടി നേരെ മുകളിലേക്ക്, അതായത് ന്യൂമറേറ്ററിലേക്ക് ചെല്ലുമ്പോൾ ടി റേസ് ടു -1. അത് സിംപ്ലി നമുക്ക് പറയാം 1/x ഈസ് ഈക്വൽ ടു x റേസ് ടു -1 എന്ന് എഴുതുന്നത് തന്നെ 1/t വന്നത് ടി റേസ് ടു -1 ആയി മുകളിലേക്ക്. അപ്പോൾ ഡയമെൻഷൻ ഓഫ് സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? L T റേസ് ടു -1. നെക്സ്റ്റ് വെലോസിറ്റി. വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ? ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അഗൈൻ ഡിസ്പ്ലേസ്മെന്റ് ഈസ് length. So we write velocity is equal to displacement സ്ഥാനത്ത് dimension of length എഴുതി L divided by T, that is L T raised to -1. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, സ്പീഡിനും വെലോസിറ്റിക്കും ഡയമെൻഷൻ എങ്ങനെയാണ്? L T raised to -1 L T raised to -1. That is, both speed and velocity has the same dimension, that is L T raised to -1. അപ്പോൾ നമ്മൾ ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റി കണ്ടു, സെയിം ഡയമെൻഷൻ വരുന്ന ക്വാണ്ടിറ്റി ഉണ്ടെന്നും കണ്ടു. മനസ്സിലായല്ലോ? റിലേറ്റീവ് ഡെൻസിറ്റി എടുത്തപ്പോൾ നമുക്ക് മനസ്സിലായി ഇറ്റ് ഇസ് എ ഡയമെൻഷൻ ലെസ് ക്വാണ്ടിറ്റി. ഇപ്പോൾ നമ്മൾ കണ്ടു സ്പീഡ് ആൻഡ് വെലോസിറ്റി ദേ ഹാവ് ദ സെയിം ഡയമെൻഷൻ L T raised to -1. ഇതുപോലെ ഡയമെൻഷൻ ഒരുപോലെ വരുന്ന ക്വാണ്ടിറ്റീസ് ഇനിയും ഉണ്ട്. നമ്മുടെ അടുത്ത എക്സാമ്പിളാണ് ആക്സലറേഷൻ. നമ്മൾ വെലോസിറ്റി വരെ കണ്ടുപിടിച്ചു, വെലോസിറ്റി കഴിഞ്ഞെടുത്താണ് ആക്സലറേഷൻ. ആക്സലറേഷൻ എക്സ്പ്രഷൻ എന്താണ്? ദാറ്റ് ഈസ് വെലോസിറ്റി ബൈ ടൈം. ആക്സലറേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ബൈ ടൈം. വെലോസിറ്റിയുടെ മലയാളം പ്രവേഗം, ആക്സലറേഷൻ്റെ മലയാളം ത്വരണം. അങ്ങനെ പഠിച്ചിട്ടുള്ളവർ അതൊന്ന് ശ്രദ്ധിക്കുക. ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ത്വരണം, വെലോസിറ്റി പ്രവേഗം കേട്ടോ. സോ ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു വെലോസിറ്റി ബൈ ടൈം. Therefore dimension of acceleration നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ വരും എന്ന് നോക്കിയേ. യെസ്,
നമുക്കറിയാം വെലോസിറ്റിയുടെ ഡയമെൻഷൻ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. എന്തായിരുന്നു അത്? എൽ ടി റേസ് ടു മൈനസ് 1. കുറച്ചൊക്കെ നമ്മൾ അങ്ങനെ ഓർത്തിരിക്കാം, നമുക്ക് പെട്ടെന്ന് കിട്ടും. സോ വെലോസിറ്റിയുടെ എൽ ടി റേസ് ടു മൈനസ് 1. അഗൈൻ ടൈം. ഓക്കെ, ഈ ടീം കൂടെ ന്യൂമറേറ്ററിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് കിട്ടും എൽ ടി റേസ് ടു മൈനസ് 1. അഗൈൻ ഒരു ടി റേസ് ടു മൈനസ് 1. ശരിയല്ലേ? എൽ ടി റേസ് ടു മൈനസ് 1 വെലോസിറ്റിയുടെ. ഈ ടൈമിൻ്റെത് മുകളിൽ ചെല്ലുമ്പോൾ ടി റേസ് ടു മൈനസ് 1. ഇത് നമുക്ക് കമ്പൈൻ ചെയ്ത് എങ്ങനെ എഴുതാം? നമ്മൾ പഠിച്ചിട്ടുണ്ട് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു. പഠിച്ചിട്ടുണ്ടല്ലോ. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു എ റേസ് ടു എം പ്ലസ് എൻ. ഓർക്കുന്നുണ്ടാവല്ലോ. സെയിം ടി റേസ് ടു മൈനസ് 1 ടി റേസ് ടു മൈനസ് 1 എന്ത് ചെയ്യാം? ജസ്റ്റ് ആഡ് ചെയ്തെടുക്കുക പവർ. അപ്പോൾ ടി റേസ് ടു മൈനസ് 2. സോ ആക്സിലറേഷൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുമ്പോൾ എന്ത് വരും? എൽ ടി റേസ് ടു മൈനസ് 2. കണ്ടല്ലോ. സോ ഇവിടെ അത് മാത്രം ഒന്ന് ഓർത്തിരിക്കാം. ടി റേസ് ടു മൈനസ് 1 ടി റേസ് ടു മൈനസ് 1 കൂടെ ചെയ്ത് കഴിയുമ്പോൾ ടി റേസ് ടു മൈനസ് 2. നമ്മുടെ അടുത്ത എക്സാമ്പിളാണ് ഫോഴ്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ന്യൂട്ടൺസ് ലോ ഒക്കെ. ന്യൂട്ടൺസിൻ്റെ സെക്കൻഡ് ലോയിൽ നമ്മൾ ഫോഴ്സിനൊരു എക്സ്പ്രഷൻ പഠിക്കുന്നുണ്ട്. എന്താണത്? that is F is equal to ma. That is F is equal to mass into A എന്ന് വെച്ചാൽ acceleration. F is equal to ma. That is mass into acceleration. So we have to write the dimensional formula for force is equal to mass in dimension എന്താണ്? It is simply m into what is the dimension of acceleration? Yes, we already learned that. That is L T raised to minus 2. Simply force in dimension നമ്മൾ എഴുതുമ്പോഴത്തേക്ക് എന്ത് വരും? m raised to 1 ആണ്, പവർ 1 ആണ്. m L T raised to minus 2. So that is 1 dimension of mass, 1 dimension of length and minus 2 dimension of. ഇങ്ങനെ നിങ്ങൾക്ക് ഇനി ഒരുപാട് ഡയമെൻഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒരുപാട് എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനും ഡയമെൻഷൻ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ആയല്ലോ. ഇനി ബാക്കി ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അത് നിങ്ങൾ ഡിറൈവ് ചെയ്ത് എടുക്കുക.